നമസ്കാരം, മനാഫാണ്. ഇന്ന് നമ്മുടെ 27ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പറയാനുള്ള ഒരു വിഷയം ഏകദേശം ഒരു 10-26 വർഷം കലാജീവിതമായിട്ടൊക്കെ നടന്നു. അതിനുശേഷം പ്രോഗ്രാമൊക്കെ നിർത്തി, ഡാൻസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാതെ, റിഹേഴ്സലിനൊന്നും പോകാൻ പറ്റാതെ തന്നെ ജീവിതമായപ്പോൾ തന്നെ പ്രാരാബ്ധമായി തുടങ്ങി. അതിലുപരി സമയം കിട്ടാതായി എന്നുള്ളതാണ്. കാരണം ക്യാമ്പിന് പോകാനും മറ്റു കാര്യത്തിനൊന്നും സമയമില്ല. എങ്കിൽ ഒരു സിനിമയിൽ ഏകദേശം കുറേ കുഞ്ഞുനാളിൽ എഴുതി വെച്ച ഒരു കഥ തെണ്ടിപ്പറക്കി ഏകദേശം 2-3 വർഷത്തോളം പല പ്രൊഡ്യൂസർമാരുടെയും വീട്ടിൽ കയറി ഇറങ്ങി ആട്ടും തുപ്പും ഒക്കെ കേട്ടു. എവിടെയെങ്കിലും നമ്മളെ കൈപിടിച്ച് കയറ്റാൻ ഒരു വേദി ഉണ്ടോ എന്ന് നോക്കി. അവിടെ എല്ലാം പരിഹാസങ്ങളും മറ്റു കാര്യങ്ങളും ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമായിരുന്നു സിനിമ. അപ്പം അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വേഷം കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർത്ത ഒരു മൂവിയായിരുന്നു ഔഡി പ്ലസ്. അത് തുച്ഛമായ ഒരു 5 ലക്ഷം രൂപയിൽ ചിലവഴിച്ച ഒരു ചെറിയ മൂവിയാണ്. അത് ഞങ്ങൾ പ്രിവ്യൂ ഇട്ടു, തിയേറ്ററിൽ പ്രിവ്യൂ ചെയ്തു. അതിനുശേഷം ഹൈ ഹോപ്സ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഔഡി പ്ലസ് എന്നാണ് മൂവിയുടെ പേര്. ആദ്യം ഔഡി പ്ലസ് വെടി എന്നായിരുന്നു. കുറച്ച് നെഗറ്റീവ് പ്രശ്നങ്ങൾ കൊണ്ട് ആ വെടി അങ്ങ് മാറ്റി. അപ്പോൾ എന്ത് തന്നെയായാലും രണ്ടാമത്തെ മൂവിയാണ് കോളനി. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഷൂട്ട് പാക്കപ്പ് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഒരു പ്രമാണം സമൻസായി പോകാനായിരുന്നു. അതിനുശേഷം ഒരു ശകലം പൈസ പലിശയൊക്കെ അടച്ച് ഒന്ന് പുതുക്കി വെച്ചപ്പോൾ ആകെപ്പാട് ഒരു 1 lakh കിട്ടി. അതിനകത്തുനിന്ന് ഒരു 20,000 രൂപ നമ്മുടെ ഈ മൂവിക്ക് സഹായിച്ച ഒരു വ്യക്തിക്ക് കൊടുത്തു. ബാക്കി 70,000 രൂപ വെച്ചിട്ടാണ് കോളനി മൂവി പാക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ പാക്കപ്പ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാവർക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ 2 മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ സിമ്പിളായിട്ട് കാണും. കാര്യം ഇതിൻ്റെ സീരിയസ് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം നടത്തുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഒരു വീട് കെട്ടുന്നതിൽ നിന്നും ഒക്കെ 10 ഇരട്ടി സ്ട്രഗിളുള്ള ഒരു മേഖലയാണ് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ഒരു ചെറിയ സിനിമയാണെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ള ടീമുകളാണെങ്കിൽ അറിയാം. 5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം, ഒരു കഥ ഉണ്ടാക്കി, അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടാക്കി, അതിൻ്റെ ലൊക്കേഷൻ ഉണ്ടാക്കി, അതിൻ്റെ ക്യാമറ ഉണ്ടാക്കി, അതിൻ്റെ കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രോപ്പർട്ടി, എഡിറ്റിങ്, BG, ഫോളി, കളറിങ്, അതേപോലെ തന്നെ അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ്, പോസ്റ്റർ സ്റ്റിൽ എടുക്കുന്നു, അതിന് ഡിസൈൻ ചെയ്യുന്നു, അതിനുശേഷം പ്രിന്റ് അടിക്കുന്നു, പിന്നീട് ഇത് പ്രൊമോഷൻ ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന കമന്റ് ആ കൊള്ളാം, അല്ലെങ്കിൽ വലിയ തിരക്കേടില്ലായിരുന്നു, അല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ, ഇതൊക്കെ ആയിരിക്കും. പിന്നെ രാഷ്ട്രീയമായി വെച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൈസ ഒക്കെ എറിയാനാണെങ്കിൽ പേരിന് നമുക്കൊരു പ്രൊമോഷൻ, അതായത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ ഷോർട്ട് ഫിലിമുകാരെ തന്നെ ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട ഈ ഷോർട്ട് ഫിലിമിന് ഒരു അവാർഡ് കിട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് പൈസ ഒക്കെ കൊടുത്ത് അവാർഡ് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ തന്നെ ആയാലും അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ സിനിമയൊക്കെ ചെയ്തു, ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഡബിങ്ങും BG ഫോളിയൊക്കെ കിടക്കുക. ഇത് തന്നെ ഞാൻ എൻ്റെ പെരയും കൂടെ അവസാനം കടപ്പെടുത്തിയിട്ടാണ് ചെറിയൊരു തുക, പുതുക്കി വെച്ച ചെറിയൊരു തുക എടുത്തിട്ടാണ് ഞാൻ ആ സിനിമ 10-200 ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്കപ്പ് ചെയ്യുന്നത്. നമുക്കൊരു കോ പ്രൊഡ്യൂസർ വന്നു, എങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞ എമൗണ്ടും കഴിഞ്ഞു, 2 ലക്ഷം രൂപയും കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. കാര്യം പിന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഷൂട്ട് അങ്ങനെയാണ്. കാര്യം ചിലപ്പോൾ 1 കോടി രൂപയ്ക്കകത്ത് ഷൂട്ടായാലും ചിലപ്പോൾ മിസ്സായി പോകും, ചിലപ്പോൾ കളയേണ്ടി വരും. ഇന്നും പെട്ടിക്കകത്ത് ഇരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ആ ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ കൊടുത്ത ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പൂർത്തീകരിക്കണം. അത് വിജയമാണെങ്കിലും തോൽവിയാണെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വിജയം. അതെന്തായാലും കുഞ്ഞുനാൾ മുതലേ കണ്ടും കേട്ടും ഒക്കെ പഠിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ ആ കോളനി മൂവി പൈസ ഇല്ലായിട്ട് കൂടി അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ BG, ഡബ്ബി, ഫോളി, ഇതെല്ലാം ഇത് ഞാൻ തന്നെ റിസ്ക് എടുക്കേണ്ട ഒരു അന്തരീക്ഷം വന്നു. അപ്പോൾ എന്ത് തന്നെ ഇത്രയൊക്കെ ചെയ്തു. തിയേറ്ററിലേക്ക് പ്രിവ്യൂ നടത്തി. തരംഗം തിയേറ്ററാണ്, എല്ലാവരെയും വിളിച്ചു. കാര്യം അന്ന് നെഗറ്റീവ് ഉണ്ടാക്കിയിരുന്നു, പല ആൾക്കാരും നെഗറ്റീവ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിനു ശേഷമാണ് ശത്രുതയിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ ഈ മൂവിയായിട്ട് ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് നിന്നപ്പോൾ പല ആൾക്കാരും തെള്ളിപ്പറച്ചിലും കുറ്റപ്പെടുത്തലും അപഹാസ്യങ്ങളും ഒക്കെ ആയപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്തത്? ഒരു കൂട്ടായ്മയിൽ വളരെ ഭംഗിയായിട്ട് നിന്ന് കുറച്ച് ആൾക്കാരെ ചെറിയ വേഷത്തിന് വേണ്ടി അവസരങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തതിൻ്റെ ഒരു പ്രതിഫലത്തിൽ നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും കുത്തി കലക്കിയിട്ട് പോയി. ഒരു ആർട്ടിസ്റ്റിന് ഔഡി പ്ലസിലെ ഒരു ആർട്ടിസ്റ്റ് ആൾക്കാരൊന്ന് പരിചയമായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ കോളനിയിൽ ആ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഹൈപ്പ് കിട്ടിയേനെ. കോളനിയിലെ ആർട്ടിസ്റ്റുകളിലും ഔഡി പ്ലസിലെ ആർട്ടിസ്റ്റുകളും കേരള പോലീസിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹൈപ്പ് കിട്ടിയേനെ. അപ്പോൾ ഇത് ഇത്രയും ഈ 3 പടത്തിലെ ആർട്ടിസ്റ്റുകൾ ഏകദേശം ഒരു 500 പേരിൽ മേളിലുണ്ട്. എൻ്റെ പ്രൊഡക്ഷൻ, DK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എൻ്റെ തിരക്കഥയിൽ, എൻ്റെ ഡയറക്ഷനിൽ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചെയ്തിട്ട് പോയ ആൾക്കാരാണ് ഈ 500 പേരിൽ മേളിലുള്ളത്. ഞാൻ ചെറുതും വലുതുമായ അവസരങ്ങൾ കൊടുത്ത, അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, രക്ഷപ്പെടാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്ത് കയറിപ്പോയിട്ടുണ്ട്, ചില ആൾക്കാർ കഴിവ് കൊണ്ട് കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴായാലും നമ്മളുടെ നിലനിൽപ്പ്, അതായത് നമ്മളെന്താണ്, ആദ്യം ഒരു വലിയ ഒരു സിനിമയിലേക്കൊന്നും അവസരം ആരും തരത്തില്ല. നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ കാണണം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എടുക്കുക മാത്രമാണ് നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്ന ചെറിയ സിനിമകൾ. അപ്പോൾ അല്ലാതെ നിങ്ങളൊരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാളെ ക്ലിക്ക് ആവുകയോ
അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ ചാൻസ് കിട്ടുകയൊന്നുമില്ല. കാരണം മോഹൻലാലും മമ്മൂട്ടിയും ഈ പറയുന്ന എല്ലാ താരങ്ങളും വർഷങ്ങളായിട്ട് അവർക്ക് നൂറുകണക്കിന് സിനിമകൾ കിട്ടി അത് പൊട്ടിയും വിജയിച്ചും താന്നും പഠിച്ചും ഒക്കെയാണ് ഇന്നത്തെ സെലിബ്രിറ്റികളായത്. പിന്നെ ലക്കിക്കൊക്കെ കുറെ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ചില നല്ല കഥാപാത്രങ്ങൾ വീണ് കിട്ടും. പല താരങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇപ്പം ശ്രീനിവാസിന്റെ മകനായിട്ടുള്ള പുള്ളിക്കാരൻ അവരുടെ ലേബിൾ ഉള്ളതിന്റെ പേരിൽ കയറിപ്പോയി. ദുൽഖർ മമ്മൂട്ടിയുടെ ആ ഒരു ലേബിൾ ഉള്ളതിന്റെ പേരിൽ കയറിപ്പോയി. പ്രണവ് മോഹൻലാൽ അച്ഛനായതിന്റെ പേരിൽ കയറിപ്പോയി. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടൊന്നും സിനിമ എല്ലാവരും കൈപിടിച്ച് കയറ്റാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കോപ്പും ഇല്ല. പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മാഫിയകൾ കുറെ ആൾക്കാരിൽ അടങ്ങിയിരിപ്പുണ്ട്. കാര്യം ഒരു പട്ടങ്ങൾ ഈ സാധനം ഈ ആർട്ടിസ്റ്റുകളെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വിറ്റ് ക്യാഷ് നേടുന്ന അവരുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു വേദിയാണ് സിനിമ എന്നുള്ളത്. അത് രാഷ്ട്രീയമായിട്ടും ലൈംഗികമായിട്ടും ബ്ലാക്ക് മണി ആയിട്ടും ഒക്കെ തന്നെ. അപ്പൊ അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ കണ്ടും കേട്ടും വാർത്തയ്ക്കകത്ത് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പാടാണ് സിനിമയിലേക്ക് കയറാൻ. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് SLC സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പൈസ ചെലവാക്കാനുണ്ട്, പലപ്പോഴും തോറ്റു പോകാറുണ്ട്. പക്ഷെ നമ്മൾ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ച് എന്തായാലും ഇത്രയും ആർട്ടിസ്റ്റിനെ എല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തു. കോളനി മൂവി പാക്കപ്പ് ആക്കി അതിന്റെ ഡബിങ്ങും BG ഫോളിയൊക്കെ തുടങ്ങി ഞങ്ങളൊരു ചെറിയ പ്രിവ്യൂ തിയേറ്ററിലിട്ട്. അത് മൂവി എഡിറ്റിംഗ് പൂർണ്ണമായില്ല. ആ മൂവിയുടെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ മാത്രമാണെങ്കിൽ ഒരു എപ്പിസോഡ് പോരാതെ വരും. എങ്കിലും ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും കോളനി സിനിമയുടെ എഡിറ്റിംഗ് ഞാൻ എൻ്റെ യൂട്യൂബിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിനകത്തും കൂടെ പുതിയതായിട്ട് ഇട്ട് വരുന്ന ഒരു കണ്ടന്റ് ആയതിന്റെ പേരിൽ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് വരാം. കാരണം ഇത്രയും സിനിമയൊക്കെ ചെയ്ത് നമ്മൾ പ്രിവ്യൂ നടത്തി. പ്രിവ്യൂ നടത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചില്ല. കാരണം എന്താണെന്നറിയോ? പല ആൾക്കാർക്ക് ഞാൻ മൊമാൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചെറിയ ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ സിനിമയിൽ വന്ന എല്ലാവർക്കും ചെറിയൊരു മൊമാൻറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പോലെ സംഭവം DK പ്രൊഡക്ഷൻ്റെ എൻ്റെ ഒപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തു. അവരുടെ ഒരു സന്തോഷം പറഞ്ഞു മനസ്സിലായി. നമ്മുടെ മൂവിയിലും കൂട്ടായ്മയിൽ വന്ന് സിനിമ ചെയ്തതിൻ്റെ പേരിൽ ഒരു സന്തോഷം. അത് ഔഡിയോ പ്ലസിലും ഞാൻ ചെയ്തിട്ടുണ്ട്, കോളനി മൂവിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബാക്കിയുള്ള ഇന്നത്തെ വലിയ തമ്പ്രാക്കന്മാരുള്ള സിനിമകളൊന്നും ചെറിയ ആർട്ടിസ്റ്റുകളെയും ശ്രദ്ധിക്കത്തില്ല, പിന്നെ ടെക്നീഷ്യന്മാരെയും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മൾ നോഫേസിനെ സപ്പോർട്ട് ചെയ്യുക അവരുടെ സന്തോഷത്തിന്. അപ്പം എന്നെ വേദനിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഒരു കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ വന്നില്ലെങ്കിലോ, ചിലപ്പോൾ അവർ വരാൻ ചാൻസ് ഇല്ല. വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നാമത് അന്ന് വിജയൻ സാറായിരുന്നു തിയേറ്ററിൽ. ഞങ്ങൾ ഫ്ലെക്സ് ഒക്കെ അടിച്ചു. ഫ്ലെക്സ് ഒക്കെ അടിച്ചപ്പോൾ അത് തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ഫ്ലെക്സ് ഒക്കെ അടിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഈ പൈസ ഇല്ലല്ലോ. അങ്ങനെ പ്രിവ്യൂ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫണ്ടുകൾ തരുമ്പോൾ നമുക്കങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞു. തിയേറ്ററിന് ഏകദേശം 8,000 രൂപയാണ് ഒരു പ്രിവ്യൂ ഷോ അന്ന് തരംഗത്തിൽ കളിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ഷോ അവർ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് അവസരം തന്നത്. അപ്പം ഞങ്ങളൊരു പ്രൊജക്ട് പുറത്തുനിന്ന് എടുത്തു. കാര്യം വന്ന് ഈ ട്യൂബ് വഴിയാണ് നമ്മുടെ സിനിമ ട്യൂബ് വഴി അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ പ്ലേ ആവുള്ളൂ. പണ്ടുള്ള രീതിയിൽ ഒരു പെൻഡ്രൈവോ കാസറ്റോ കൊണ്ട് കൊടുക്കുമ്പോൾ പ്ലേ ചെയ്യുന്ന രീതിയിലല്ല ഇന്ന് ട്യൂബിൽ പോയി അപ്ലോഡ് ചെയ്ത് സാറ്റലൈറ്റ് വഴി നമുക്ക് തിയേറ്ററിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടൊക്കെ വലിയ പ്രോസസ്സാണത്. അപ്പോൾ എന്തായാലും അത് നടക്കാത്തതിൻ്റെ പേരിൽ ആദ്യത്തെ മൂവി ഞങ്ങളങ്ങനെ പെൻഡ്രൈവ് ഒക്കെ കുത്തിയിട്ട് തിയേറ്ററിൽ കൃഷ്ണയിലും തരംഗത്തിലും ഒക്കെ ആദ്യത്തെ മൂവി ഞങ്ങളങ്ങനെ ഓടിച്ചിരുന്നു. ട്യൂബിൽ നിന്ന് ആൾ വന്നിട്ട് അവർ പെൻഡ്രൈവ് കുത്തിയിട്ടൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു. പക്ഷേ ഇപ്രാവശ്യം ട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ചിലവാണ്. അപ്പോൾ അത് നടക്കത്തില്ല. ആ ട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ തിയേറ്ററിൽ ആ വലിയ പ്രൊജക്റ്റിൽ കൂടി തന്നെ സ്ക്രീനിൽ നമുക്ക് കാണാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു ഏകദേശ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു വലിയ സ്ക്രീനിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് മാത്രമായിരുന്നു അത്. അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചു. കാര്യം എല്ലാവർക്കും പറയാമല്ലോ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിൽ തേവലക്കര മോഹൻ സാർ, അതായത് നാടകത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നാടകത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന അവർ രണ്ടുപേരും നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം കൂടിയുണ്ട്. കുറച്ച് നാളെ ഉള്ളെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മൊമാൻറ്റോ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ ഞങ്ങളുടെ കോളനിയിലുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. അപ്പോൾ എന്ത് തന്നെയായാലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രിവ്യൂ നടത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വന്നു കേട്ടോ. കാര്യം 2-3-4 ആൾക്കാർ നമ്മളുമായിട്ട് തെറ്റ് നിന്നതാണ്. കാരണം നമ്മുടെ മൂവിയെ അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവിലേക്ക് എനർജിയിലേക്ക് കൊണ്ടുപോയി എന്ന് പല വാക്കുകളും എൻ്റെ കാതിൽ കേട്ടു. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയത് ആ ഒരു അവസ്ഥയിൽ എന്നെ മാനസികമായി ഭയങ്കര ഡിപ്രഷനിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അവിടെ വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവർ വന്നു. പക്ഷേ എങ്കിലും നമുക്ക് ആ മൊമാൻറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും അടിച്ചില്ല. അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തപ്പോൾ ഇവർക്കൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മുതലങ്ങോട്ട് അവർക്കും ഒരു ശത്രുതയായി. കാരണം കോളനി മൂവിയിലൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി ചെയ്താണ്. അവസാനം വന്നപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷേ അതൊന്നുമല്ല എൻ്റെ മനസ്സിൽ. കാര്യം എൻ്റെ മനസ്സിൽ ഏകദേശം 1.5 മാസത്തോളം കുത്തി രാത്രിയിൽ ഇരുന്നിട്ടാണ് ആ മൂവി എങ്ങനെയെങ്കിലും ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെറിയ വിഷമങ്ങളാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. കാര്യം ആദ്യം ഔഡി പ്ലസിൽ ഇത്രയും വലിയ പരിചയവും കാര്യങ്ങളും ഒന്നും ഇല്ലായിട്ടും ഞാൻ എല്ലാവർക്കും സ്റ്റേജിൽ വിളിച്ചിട്ട് മൊമാൻറ്റോയും കാര്യങ്ങളൊക്കെ കൊടുത്തു. വളരെ സന്തോഷമായിട്ട് ആരെയും മാറ്റി നിർത്താണ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം ചില വിള്ളലുകൾ, ഗ്യാപ്പുകൾ അവിടെ വന്നപ്പോഴത്തേക്കിന് സംഭവിച്ചു പോയൊരു സംഭവമാണ്.
അതേപോലെ തന്നെ ഈ എഡിറ്റ് ചെയ്ത ക്ഷീണവും അതിന്റെ പൈസ ഇല്ലാത്ത വിഷമങ്ങളും പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ എല്ലാ കാര്യത്തിനും ഓടാൻ. തിയേറ്ററിൽ ഓടണം, ഫ്ലെക്സ് അടിക്കാൻ പോകണം, പ്രിന്റ് അടിക്കാൻ പോകണം, ഈ മൊമെന്റോ അടിക്കാൻ പോകണം. അങ്ങനെയുള്ള ഒരു ഞാനും വിജയ് മാഷും മാത്രം. അങ്ങനെ ലാസ്റ്റ് ഇവര് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ തിയേറ്ററിൽ കയറ്റി ഷോ കളിപ്പിക്കൂ എന്നുള്ള ഒരു ഇതായി. എന്തായാലും മൈക്ക് സെറ്റ് ഒക്കെ പുറത്തുനിന്ന് വന്നു, പ്രൊജക്ടുകാരനും വന്നു. അങ്ങനെ വിജയൻ മാഷ് എവിടുന്നോ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തു, 10 രൂപയോളം അറേഞ്ച് ചെയ്തിട്ട് കടമായിട്ട് അന്ന് തന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും ആർട്ടിസ്റ്റിന് മുന്നിൽ നാണം കെടാതെ, പലരുടെയും കൈ ഫണ്ടില്ല, ചെറിയൊരു 10,000-3000 രൂപ ഒക്കെ ഉള്ളായിരുന്നു. ബാക്കി ആരും വലുതായിട്ട് വന്നില്ല, വലിയൊരു ഫംഗ്ഷൻ അല്ലായിരുന്നു, ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. എങ്കിൽ തന്നെയും എന്തായാലും ഈ 10,000 രൂപയോളം തിയേറ്ററിന് പിന്നെ 2-3 പേര് തന്ന ഇച്ചിരി പൈസ കൊണ്ട് മൈക്ക് സെറ്റ്, പ്രൊജക്ടർ, തിയേറ്റർ വാടക ഇത് കൊടുത്ത് ഞങ്ങൾ പ്രിവ്യൂ ഷോ നടത്തി, ഞങ്ങൾ പിരിഞ്ഞു. പക്ഷേ ഒരു മൂവി ഫിനിഷ് ആവാതെ തന്നെ തിയേറ്ററിൽ ഇട്ടപ്പോൾ നെഗറ്റീവ് വീണ്ടും അഭിപ്രായങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തത് എന്തൊക്കെ പ്രശ്നമുണ്ട് ആ വലിയ സ്ക്രീനകത്ത് കാണുമ്പോൾ, നമുക്കൊരു പ്രിവ്യൂ ആയിട്ട് നമ്മുടെ മൂവി ഒരു വലിയ സ്ക്രീനകത്ത് കാണുമ്പോൾ അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ കറക്ഷൻ ചെയ്തപ്പോൾ, അങ്ങനെ ഒരു ടെസ്റ്റിങ്ങിനായിട്ട് നമ്മളത് ഇട്ടപ്പോൾ തന്നെ വീണ്ടും അതിന് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇങ്ങനെ മാറ്റി നിർത്തി, കുറച്ച് ടീംസിനെ നമ്മൾ മാറ്റി നിർത്തിയപ്പോൾ അവരുടെ മനസ്സിൽ വിഷമമുണ്ടായി. അപ്പോൾ ഈ മൂവിയും കൂടെ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കേസ് കെട്ടുകളാണ്. എന്ത് തന്നെയായാലും ശത്രുത അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ലൈറ്റ് യൂണിറ്റുകാരനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോളനി മൂവിക്ക് കുറച്ച് ഗോൾഡൊക്കെ തന്ന ജെസ്സി ജോസ് ഉണ്ട്, പിന്നെ ഒരു 2 ആർട്ടിസ്റ്റിന്റെ രക്ഷിതാവ്, അതായത് അമ്മമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടി ഒരു ഗ്യാങ്ങായി, അതായത് അവർക്ക് അവസരം കൊടുത്ത ഒരു മൂവിയിൽ ഇവരെല്ലാവരും കൂടി ഒരു ഗ്യാങ്ങായിട്ട് നമുക്കെതിരെ തിരികെയാണ്. അപ്പോൾ ഓരോയിടത്തു നിന്ന് ഇച്ചിരി കുത്തി ഇളക്കി അങ്ങോട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ അവർ ശകലം പ്രഷർ ഉണ്ടാക്കും. എന്നിട്ട് ഒരു ഇച്ചിരി കാര്യമുള്ളെങ്കിൽ വലുതാക്കി ഒരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പല ഗെയിമുകളും പല ആൾക്കാരും കളിച്ചു. അതിന് കുറച്ച് വാട്സാപ്പിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചോദിക്കാനും പറയാനൊന്നും പോയില്ല. കാരണം എന്താ അറിയോ, കാര്യം നമ്മളിതൊക്കെ കണ്ടും കേട്ടും കരഞ്ഞും സന്തോഷിച്ചൊക്കെ വളർന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. കാരണം നമ്മുടെ ഈ പ്രശ്നങ്ങൾ അത്യാവശ്യം ആരെയും കൊന്നിട്ടൊന്നുമില്ല. നമ്മളൊരു ഇത്രയും ആർട്ടിസ്റ്റിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഒരു 4-5 വർഷം വേസ്റ്റാക്കി കളഞ്ഞു. സിനിമ എന്ന സ്വപ്നത്തിന് പകരം ലക്ഷങ്ങൾ കടവും, അതേപോലെ തന്നെ പേർദോഷങ്ങളും, പിന്നെ കേസിലേക്കും തിരിഞ്ഞു. എന്ത് തന്നെയായാലും ഈ മൂവി പല കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളും പല ക്യാമറ കൊണ്ട് ചെയ്തു. അങ്ങനെ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള അന്തരീക്ഷമായി. അങ്ങനെ ഈ സാധനം ഒരു കാരണവശാലും സൈന OTT പ്ലാറ്റ്ഫോമിൽ പോലും ഇടാൻ പറ്റിയില്ല. അവർ റിജക്റ്റ് ചെയ്തു. കാര്യം അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത് ഈ മൂവി തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫിലിം ചേംബറിൽ ഞങ്ങൾ ചെന്ന് DD എടുത്ത് കൊടുത്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. കൂട്ടായ്മയിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫിലിം രജിസ്ട്രേഷൻ ഇല്ല ഓൾറെഡി. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഈ മൂവി ചാനലിൽ വരണമെങ്കിൽ പോലും സെൻസർ ചെയ്യണം. അതിന് ഏകദേശം 80,000 രൂപയോളം, 1,00,000 രൂപ ചിലവാണ്. അപ്പോൾ ഈ പാക്കപ്പ് എങ്ങനെ ആക്കിയെന്ന് പോലും ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് പാക്കപ്പ് കോളനി മൂവി ആവുന്നത്. വീണ്ടും 1,00,000 രൂപ മുടക്കി ഇത് സെൻസർ ചെയ്യാനോ പോസ്റ്റർ അടിക്കാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുത്ത് ഇത് വിതരണം ചെയ്യാനോ പ്രൊമോഷൻ ചെയ്യാനോ ഉള്ള ഫണ്ടൊന്നും സ്വപ്നത്തിൽ നോക്കിയാലും കിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം പയ്യാന OTT ഹൈഹോപ്സിൽ തിരക്കിയപ്പോൾ ഹൈഹോപ്സിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മൂവി കൊടുത്ത ഹൈഹോപ്സ്, ലൈംലൈറ്റ്, സൈന അങ്ങനെ പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷേ ടിക്കറ്റ് വെച്ചിട്ടാണ് അവിടെ. 100 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 30 രൂപ അവർക്കും, ബാക്കി ഒരു 70 രൂപ നമുക്കും. ടിക്കറ്റ് ഇപ്പോൾ മോഹൻലാലിൻ്റെ പടം ഇട്ടാൽ തന്നെ ഫ്രീ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ കാണാൻ ആളില്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് 100 രൂപ മുടക്കി ആരെങ്കിലും കയറും. യൂട്യൂബിൽ ഇട്ടിട്ട് തന്നെ ഇന്ന് 8,000 വ്യൂസ് അങ്ങനേ ഉള്ളൂ കോളനി മൂവിക്ക്. അവിടെ ഇപ്പോൾ സിനിമ ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ ഒന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ ബിസിനസ് ആവാതെ കിടക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജെസ്സി, പിന്നെ അതേപോലെ തന്നെ ബിജു മുനിപ്പാറ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇത് ട്രാപ്പിലായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവി ബിസിനസ് ആവാതെ വന്നു. അവസാനം എനിക്ക് കടമായിട്ട് ഇച്ചിരി പൈസകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാം. കാര്യം എന്തെങ്കിലും തരത്തിൽ ബിസിനസ് ഒക്കെ നടന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. എന്നാൽ കൂടുതലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇച്ചിരി ബാധ്യതയൊക്കെ ആയപ്പോൾ മാറിപ്പോവുകയും ചെയ്തു. നേരെ മറിച്ച് ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കോളനി മൂവി തുടങ്ങിയത് തന്നെ ഒരു ചർച്ചയിൽ കൂടിയിട്ടാണ്, ഒരു ഐക്യത്തിൽ കൂടിയിട്ടാണ്. ആ ഐക്യം അവസാനം വരെ പോയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്നു ഈ മൂവിയെയും ഈ പ്രൊഡക്ഷനെയും ഒരു നാശത്തിന്റെ വക്കിലേക്ക് കൊണ്ടുപോയി. കാരണം ഔഡി പ്ലസിൽ കുറച്ച് ആൾക്കാർക്ക് ചാൻസ് കൊടുത്തില്ല. അവർ കുത്തി കലക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ കോളനിയിൽ കുറച്ച് പേരെ ഞാൻ ആഡ് ചെയ്തിരുന്നു. പക്ഷെ അവരെയും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളൊരു ധാരണയിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വന്നങ്ങ് അഭിനയിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ സ്ട്രഗിൾ എടുക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ ഉറക്കം ഒഴിയണം, ഉത്തരവാദിത്വം വേണം. കാര്യം ഒരു സിനിമയാണ്. ഒരു സിനിമയിലൊരു വേഷം കൊടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വേഷം കൊടുത്തിട്ട് അവർ പിന്മാറി. എന്നാൽ എഗ്രിമെന്റ് എഴുതി ചെറിയ നിസ്സാരമായ ഒരു കേസുകൾക്ക് വേണ്ടി പിന്മാറിയപ്പോഴത്തേക്കും നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾ വലുതാണ്. കാര്യം സെറ്റിൽ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ മേക്കപ്പ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ക്യാമറാമാൻ ഉണ്ട്, ജിംബൽ ഉണ്ട്, ബാക്കി അങ്ങനെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്, വാഹനങ്ങളുണ്ട്. ഇവരെല്ലാം വേസ്റ്റായി പോകുന്ന ഒരു അവസരം നമ്മുടെ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഏകദേശം 2-3 ലക്ഷം രൂപകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആണ്. ഒരു കഥാപാത്രത്തിനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, സിനിമ എന്ന് പറയുമ്പോൾ കുഞ്ഞുകളിയല്ല. അത്രയും വലിയൊരു ലോകമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടേതായ ചെറിയ പിണക്കമൊന്നും സിനിമയ്ക്ക് അറിയണ്ട. ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളനി മൂവിയിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ വേറൊരാൾ കൊണ്ടുവന്നു റെക്കമെൻഡ് ചെയ്ത് കയറ്റുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ചങ്കായിട്ട് നിൽക്കുന്ന ഒരു ടീം അവർ വന്നെന്നും പറഞ്ഞിട്ട് ഇവർ പിണങ്ങി സിനിമയ്ക്കകത്ത് അവരുണ്ടെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു ധാരണയായി. ഒരു ഡയറക്ടറാണ് ഒരു സിനിമയിൽ ഏത് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘാടകനോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരോ മറ്റ് ക്യാമറാമാനോ ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് ഒരു കഥാപാത്രത്തിന്റെ എ ടു ഇസഡ് കാര്യങ്ങൾ നോക്കേണ്ടതും അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യേണ്ടതും ഡയറക്ടറാണ്. അല്ലാതെ നമ്മുടെ സൗന്ദര്യപ്പിണക്കത്തിന് വേണ്ടിയിട്ട് ഒരു മൂവിയോട് പ്രതികാരം ചെയ്യാൻ നിന്നാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, 200 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആ 200 ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് ഇതിനെല്ലാം ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ മൂക്കേക്കറും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല വലിയ സെലിബ്രിറ്റികളും നിർമ്മാതാവും സംവിധായകരും ഒക്കെ തന്നെ പുതിയതായിട്ട് വരുന്ന ന്യൂ ഫേസുകളെ കൈയൊഴിഞ്ഞു വിടുന്നത്. കാരണം അവർക്ക് വല്ല കല്യാണം ഉണ്ടോ മരിപ്പുണ്ടെന്നും പറഞ്ഞ് ഒരു സീൻ എടുത്തിട്ട് അവർ കുഞ്ഞു കളിച്ച് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ചിലവാകുന്ന 1 കോടി രൂപയുടെ നഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും ആർട്ടിസ്റ്റിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കുറേ മോശം കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് വന്നു ഭവിച്ചു. ഒരുപാട് നെഗറ്റീവ് വന്നു ഭവിച്ചു. കുറച്ച് ബാധ്യതയുണ്ടായി. അതിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസിന്റെ ഇൻചാർജായിട്ട് ഒരു കേസും എനിക്കെതിരെ തിരികെയാണ്. 1-2-3 കേസുകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏകദേശം എനിക്ക് ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് ഔഡി പ്ലസിൽ പോലും എനിക്കൊരു കേസിന്റെ വക്കിൽ പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ അത്രയും വലിയ ബഡ്ജറ്റ് എടുത്തിട്ടില്ല. ബഡ്ജറ്റ് എടുത്ത് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇതും വളരെ തുച്ഛമായ ഒരു സംഭവത്തിലാണ് ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് ഇത്രയും ആർട്ടിസ്റ്റിന് അവസരങ്ങൾ കൊടുത്ത് ഒട്ടുമിക്ക അറിയപ്പെടുന്ന ചെറിയ താരങ്ങളെ കൊണ്ടുവന്ന് ഞാനൊരു മൂവി ചെയ്തത്. പക്ഷേ എങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം പ്രതിഫലമായിട്ട് കുറച്ച് ആൾക്കാർ എരികേറ്റി കൊടുത്തതും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്കെതിരെ ഒരു 2 കേസുകളോളം നിലവിൽ വന്നുപോയി. അപ്പം അത് എന്ത് തന്നെയായാലും ബിസിനസ് ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ പേഴ്സണൽ കാര്യത്തിനുമല്ല. പിന്നെ അത്യാവശ്യം ഞാൻ എൻ്റെ ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സപ്പോസ് എന്തെങ്കിലും നമ്മുടെ ചാനൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സിനിമകളോ എന്തെങ്കിലും കൊണ്ട് തന്നെ കുറച്ച് ബാധ്യത നമ്മൾ പറഞ്ഞ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മാനനഷ്ടം ഉണ്ടാക്കി. കാര്യം നമ്മൾ എന്തോ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു കേസിന്റെ പേരിലേക്ക് പോകുമ്പോഴത്തേക്കിനും അതൊരു മനുഷ്യനോടുള്ള വഞ്ചനയാണ്. അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടാക്കി തരിക. അപ്പോൾ അത് നമുക്ക് മാനനഷ്ടത്തിലേക്ക് നമുക്ക് പോകാൻ ഒക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടില്ലാത്ത ദയ നമുക്ക് അങ്ങോട്ടും വേണ്ടല്ലോ. കാരണം നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പ് വേണം. ആരെയും കൊന്നിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ പാളിച്ചകൾ വന്നാൽ ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കായിട്ട് തന്നെ അതിനൊരു സോഴ്സ് കണ്ടെത്തണം. അല്ലാതെ നമ്മളൊരു മനുഷ്യനെ മാത്രം ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവനെ മാത്രം ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് എൻ്റെ പേഴ്സണൽ കാര്യത്തിനാണെങ്കിൽ ഓക്കെ, ഞാനത് ഉത്തരവാദിത്തം പറഞ്ഞാൽ മതി. പക്ഷേ ഇതൊരു ക്രൗഡാണ്. ഈ ക്രൗഡ് ഇത്രയും ആർട്ടിസ്റ്റുകളെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു മൂവി ചെയ്തിരിക്കുന്നത്. പ്രത്യേകം നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. ബാധ്യതകളും ഈ പേരുദോഷവും ഈ കടങ്ങളും അല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നിലനിൽപ്പ് മനസ്സാക്ഷിയൊക്കെ വിചാരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഒരുപക്ഷെ എനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പലർക്കും സംഭവിച്ചിട്ടുള്ളത്, സംഭവിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ്റെ നിലനിൽപ്പ് അനുസരിച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും എനിക്കിന്ന് സന്തോഷമുണ്ട്. കാരണം ഈ 2 മൂവി ഒന്നുമില്ലെങ്കിൽ തന്നെയും തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഒരുപാട് പേരുടെ ആഗ്രഹം പൂവണിഞ്ഞു എന്ന് പറയാം. ചെറിയ മൂവിയാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല. ഹിറ്റുകളൊന്നുമില്ല. പക്ഷേ ഇത്രയും ക്രൗഡിന് ഒരു സംവിധായകനും കൊടുത്തിട്ടില്ല. ഇത്രയും ഓഫീസിനെ വെച്ചിട്ട് 2 സിനിമകൾ ഇത്രയും ഒരു സംവിധായകന്മാരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാര്യം 10-200 ആർട്ടിസ്റ്റ് മേളിലുണ്ട്. ആ ഒരു സന്തോഷം ഒരു പുതുമുഖ സംവിധായകനായിട്ട് വന്നാൽ എനിക്കത് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പിന്നെ ഡയറക്ഷൻ ഫീൽഡ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഡയറക്ഷൻ ഫീൽഡിൽ ഇന്നും നിൽക്കുന്നത് എനിക്കെൻ്റെ ആർട്ടിസ്റ്റുകളെ പിന്നെ അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു ഡയറക്ടർ അല്ല എങ്കിൽ എനിക്ക് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡയറക്ടറായിട്ടുള്ളതിൻ്റെ പേരിലാണ് ഈ 500-ൽ പരം ആർട്ടിസ്റ്റുകൾ ഇന്ന് 2-3 സിനിമകളിലായി നിൽക്കുന്നതും അവർക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളതും. അപ്പോൾ എന്താണ് പറയുക, പിന്നെ 25 മിനിറ്റോളമായി. അപ്പോൾ എന്തായാലും അടുത്തത് നമുക്ക് കോളനിയിലെ എനിക്കെതിരെ വന്ന 2-3 കേസ് കെട്ടുകളും എനിക്ക് അതിലുണ്ടായ വിഷമങ്ങളും കുറേ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞിട്ട് തൽക്കാലം കോളനി മൂവി ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കോളനി മൂവിയിലെ കുറേ കാര്യങ്ങൾ പലയിടത്തും വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനായിട്ട് എന്താ പറയുക, പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു സ്ട്രക്ചർ തന്നതാണ് ഞാൻ. അത് തന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പം എൻ്റെ അവസാന മൂവിയായ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനത്തെ മൂവിയായ ദി കേരള പോലീസ് എന്ന് പറയുന്ന ഒരു മൂവി തുടങ്ങി ഏകദേശം 5 ദിവസം കൂടെ ഉള്ളായിരുന്നു ഷൂട്ട്. പക്ഷേ ആ 5 ദിവസത്തിനുള്ളിൽ പാക്കപ്പ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഏകദേശം 8 മാസമോ 1 വർഷമായി പാക്കപ്പ് ചെയ്യാതെ ഇന്നും ഇരിക്കുകയാണ്. ചെറിയൊരു ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു 1 ലാഖിൻ്റെ സംഭവമേ ഉള്ളൂ. പക്ഷേ ഒരു 10 പേർക്കുള്ള ചാൻസും അതിനകത്തുണ്ട്. പക്ഷേ ഇന്നും അത് പാക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ദി കേരള പോലീസിൻ്റെ അടുത്ത എപ്പിസോഡ്, അതായത് കോളനിയുടെ കേസും കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചിലവുകളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള ഒരു സംഭവമാണ് അടുത്ത എപ്പിസോഡ്.
അത് കഴിഞ്ഞിട്ട് ഏകദേശം 28, 29, 30 എപ്പിസോഡിൽ ദി കേരള പോലീസിന്റെ ഒരു 2-3 എപ്പിസോഡും കൂടെ നമുക്ക് പറയണം. അപ്പോൾ എന്തായാലും ഇന്ന് 26 മിനിറ്റായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചത്. എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എങ്കിലും കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞത്. ഇതിനകത്ത് കള്ളങ്ങളൊന്നുമല്ല. കാരണം ഞാൻ പറയുന്ന പല റീൽസിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഏറെക്കുറെയൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റില്ല, കാര്യം മുൻ തലമുറയുടെ കാര്യങ്ങളൊന്നും പറ്റില്ല, എങ്കിലും യാച്ച് ചെയ്തിരിക്കുന്ന വിഷയങ്ങളൊക്കെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കോളനിയുടെ അവസാന എപ്പിസോഡ് സംസാരിക്കാം. അതുവരെ ഗുഡ് ബൈ.